ഞായറാഴ്ച ദിവസങ്ങളിൽ എഴുന്നേൽക്കാനായിട്ട് നല്ലോണം ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ അടുക്കളത്തെ പരിപാടികളും അതേ രീതിയിൽ തന്നെ ലേറ്റ് ആവാറുണ്ട് കേട്ടോ. പിന്നെ എളുപ്പപ്പണി എന്ന് പറയുന്നത് ഈ പുട്ടാണല്ലോ. മുതിരയും പയറും കടലയും പരിപ്പും പയറുവർഗ്ഗങ്ങളായിട്ടുള്ളതുകൊണ്ട് ഇതിലേത് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് കഴിക്കുന്ന ഒരു പരിപാടിയായിട്ട് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇന്ന് പയറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ എല്ലാവരുടെ വീട്ടിലും ഞായറാഴ്ച ആയിരിക്കും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാവുക അല്ല ഉച്ചയ്ക്ക്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മുടെ വീട്ടിൽ തിങ്കൾ ടു ശനി നമുക്ക് നല്ല ഗ്രാൻഡ് ഫുഡും ഞായറാഴ്ച ഓഫ് ഡേ ആണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് എണീക്കാൻ ലേറ്റ് ആവുന്നതുകൊണ്ടും പിള്ളേരെ കാര്യങ്ങളൊക്കെ ലാഗാക്കി ചെയ്യുന്നതുകൊണ്ടായിരിക്കും വേഗം തന്നെ അടുക്കളയിൽ പരിപാടി തട്ടിക്കൂട്ടി നമ്മൾ ചെയ്യും കേട്ടോ. പിന്നെ സോഫ കവർ മേടിക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നത്. കുട്ടികളൊന്ന് പ്രായമായ സമയം കൊണ്ട് തൊട്ടേ വിചാരിക്കുന്നതാണ്. അവരവിടെ ഫുഡ് കളഞ്ഞും ഫുള്ളിങ്ങനെ എന്താ പറയുക അലങ്കോലാക്കി നമ്മുടെ സോഫ കേടാവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവർ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കോർണറിലുള്ള ബോക്സിൽ മാത്രം കവർ ചെയ്യാനുള്ള അത് ഞാൻ എത്ര തപ്പിയിട്ടും എനിക്ക് കിട്ടിയില്ല കേട്ടോ. 700 രൂപ അങ്ങാണ്ട് വരുന്നുള്ളൂ. ഞാനത് മേടിച്ച സമയത്ത് ഒരുപാട് കളർ ചേഞ്ചും ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി അതൊന്ന് സെറ്റായപ്പോൾ. പിന്നെ നമ്മൾ ധാന്യങ്ങൾ ഇട്ട് വെക്കുന്ന ഈ ഒരു ബോക്സ് ഫുൾ റീഫിൽ ചെയ്തു. എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അത് ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പേര് ഇത് മേടിച്ചിട്ട് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നതാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടനെ അച്ഛനെന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ രാവിലെ കാശിക്കുട്ടനും അച്ഛനും പോയിട്ടുണ്ട്. പയറ് കുത്തിക്കാച്ചാനുള്ള പരിപാടിയിലാണ്. പയറ്, തൈര്, രസം ഇവയാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐനൂസിന് ചെറുതായിട്ടൊരു വയ്യായി അവരെയും കൊണ്ടിട്ട് കീത്തും നീലൊക്കെ ഡോക്ടർ അടുത്തേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. കാരണം ഒരാൾക്ക് വന്നാൽ മതി ഗൈസ്, മാലപ്പടക്കം പൊട്ടുന്ന പോലെ എല്ലാവരും അങ്ങോട്ട് നിരത്തി വയ്യായി വരും. അപ്പോൾ നമ്മൾ അടുക്കളയിലെ പരിപാടിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ സോഫയിലൊന്ന് കയറിയിരുന്നു. അയ്യോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ജലദോഷം ഒക്കെ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ മേടിച്ചോട്ടെ.